ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഗുണ്ടൽപേട്ടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ഇരിട്ടി കൊട്ടിയൂർ പാൽച്ചുരം വഴിയാണ്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ വഴി വയനാട്ടിലേക്കുള്ള ഒരു ചുരമാണ് പാൽച്ചുരം. ഈ ചുരം മലയോര ഹൈവേയിൽ കൊട്ടിയൂരിനും മാനന്തവാടിക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്നു. ചെകുത്തായതും ഇടുങ്ങിയതുമായ പാതയായതിനാൽ ദുർഘടമായ ചുരമാണിത്. ഈ ചുരം റോഡ് ബോയ്സ് ടൗൺ എന്ന സ്ഥലത്ത് തലശ്ശേരി ബാവലി പ്രധാന പാതയുമായി കൂടിച്ചേരുന്നു. മണത്തണ, കേളകം, അടക്കാത്തോട്, കൊട്ടിയൂർ, അമ്പായത്തോട് എന്നിവിടങ്ങളിൽ നിന്ന് വയനാട്ടിലേക്കുള്ള എളുപ്പമാർഗമാണിത്. മാനന്തവാടി ബോയ്സ് ടൗണിൽ നിന്ന് 108 കിലോമീറ്റർ ഉണ്ട് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക്. അപ്പോൾ ഈ കാണുന്നത് പനമരം പാലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇടതുവശത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് 24 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഗുണ്ടൽപേട്ടിലേക്ക് 81 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി ടൗണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ മാനന്തവാടിയിൽ വന്നിട്ട് അവിടുന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് ബസ് ഉണ്ടാവും. അവിടുന്ന് നമുക്ക് ബാംഗ്ലൂരേക്കും അതുപോലെ തന്നെ മൈസൂരേക്കൊക്കെ പോകുന്ന ബസ് ഈ ഗുണ്ടൽപേട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന ബസ്സിന് കയറിയാൽ മതി. അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിൽ കടക്കുമ്പം തന്നെ ഒരു കാഴ്ച കണ്ടു. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആനേനെയൊക്കെ കാണാൻ കഴിയും കേട്ടാ. രാവിലെ വന്നാൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. 2 വീലറും അതുപോലെ തന്നെ മറ്റു വണ്ടിയെടുത്ത് വരുന്നവരായിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് കീഞ്ഞിട്ട് മൃഗങ്ങളെ ഫോട്ടോ എടുക്കാതിരിക്കുക കേട്ടാ. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയും കേട്ടാ. എവിടെ നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പായിരിക്കും കാണാൻ. അപ്പോൾ നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടേക്ക് ഒരാൾക്ക് വരുന്നത് 93 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ ഗുണ്ടൽപേട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് ബസ്സിന് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് 15 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൈസൂരേക്ക് 75, ഊട്ടിക്കേക്ക് 82 കിലോമീറ്ററാണ് ഇവിടുന്നുള്ളത്. അപ്പോൾ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമുക്ക് ദൂരം വഴിക്കായിട്ട് ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ സൂര്യകാന്തി പാടമൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലിയറായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിൽ വന്നു കഴിഞ്ഞാലോ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ നേരെ കാണുന്ന റോഡ് ഗൂഡല്ലൂരേക്കാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവും മുതുമല ടൈഗർ റിസർവും കടന്നിട്ടാണ് ഗൂഡല്ലൂർ എത്തുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പോകുന്ന വഴിക്ക് ഇതുപോലെ കൃഷി ചെയ്ത സ്ഥലങ്ങളും കാണാൻ കഴിയും. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് സമ്മാനിക്കുന്നത്. ദൂരെയായിട്ട് വലിയ മലനിരകൾ കാണാൻ കഴിയും. കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ സൂര്യകാന്തി പൂക്കളുടെ വസന്തകാലമാണ്. കാഴ്ചയുടെ വിരുന്നൊരുക്കി ഏക്കറക്കണക്കിന് കൃഷിസ്ഥലങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ സഞ്ചാരികളും ഇവിടെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇവിടെ പൂപ്പാടങ്ങൾ നിറയുക. അവിടുന്ന് കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന സൂര്യകാന്തി പൂക്കൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരാൾക്ക് കയറായി 20 രൂപയാണ് ഇവർ മേടിക്കുന്നത്. കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും.
ജൂലൈ പകുതിയിലും ഓഗസ്റ്റ് ആദ്യ വാരങ്ങളിലും ചെണ്ടുമല്ലിയുടെയും സൂര്യകാന്തിയുടെയും വിസ്മയ കാഴ്ചകൾ നിറയുന്ന ഗ്രാമമായി ഗുണ്ടൽപേട്ട് മാറും. അപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ബസ്സിൽ വരുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ വരുന്നതാണെങ്കിലും ഇതുവരെ മാത്രമേ നമുക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കർണാടക KSRTCയുടെ ബസ് ഉണ്ട്. അതിന് നമുക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കലാട്ടാ. അപ്പോൾ ഇനി കാണുന്ന ആ ബസ് കണ്ട അതിൻ്റെ അകത്താണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഇവരൊന്നിച്ചാ വന്നത് കേട്ടാ. ബൈജു, പ്രേശേട്ടൻ, കരുനാട്ടൻ, അപ്പോൾ ഒരാൾക്ക് 70 രൂപയാട്ടാ. അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഈ ബസ്സിനാട്ടോ മുകളിലേക്ക് പോകുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലോ അതുപോലെ തന്നെ കവറോ ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കേട്ടാ. പോകുന്ന വഴിക്ക് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. നോക്കത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന മരങ്ങളും അതിൻ്റെ മുകളിലായിട്ട് മലനിരകളും കാണാൻ കഴിയും. ഇപ്പോൾ ബസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സൈഡ് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ കഴിയും കേട്ടോ. ഗുണ്ടൽപേട്ടിൽ നിന്നും ഏകദേശം 16 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കുന്നാണ് ഗോപാലസ്വാമി ബേട്ട. സമുദ്രനിരപ്പിൽ നിന്ന് 4770 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ആനവണ്ടിയിലാണ് ഈ യാത്ര പോകുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും വരാതിരിക്കുക. ഇവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് കോടയൊക്കെ ആയിട്ട് വേറെ വൈബാണ് കേട്ടോ. ഹിമവത് ഗോപാലസ്വാമി കുന്നിലേക്കുള്ള പ്രവേശനം രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. പ്രകൃതി സൗന്ദര്യത്തിനും മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട സ്ഥലമാണിത്. കുന്നുകളിലെ സമതലങ്ങൾ സമൃദ്ധമായ പുല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. ആനകൾ, മാനുകൾ, മുയലുകൾ എന്നിവ വസിക്കുന്ന സ്ഥലമാണിത്. അതേസമയം ചെരിവുള്ള സ്ഥലങ്ങളെ കടുവകളുടെയും പുള്ളിപ്പുലികളുടെയും ആവാസ കേന്ദ്രമായ ഇടതൂർന്ന വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ടെമ്പിളിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്, ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ കാണുന്നത്. ഇവിടുത്തെ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നല്ല കോടാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ.
അങ്ങനെ നമ്മള് ടൗണിന്റെ മുകളിൽ എത്തിയിരിക്കട്ടാ. അപ്പൊ അങ്ങനെ നമ്മള് ഇതിന്റെ മുകളിലാണ് കേട്ടാ. ഭയങ്കര കോടിയാണ്, ഒരു രക്ഷയില്ല. ഓക്കെ, എന്താന്നറിയാം, അടിപൊളി. ഇതിന്റെ ചുമരൊക്കെ കരിങ്കല്ലാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ പായസമൊക്കെ ഉണ്ട് കേട്ടാ. കോടമഞ്ഞ് മൂടിയത് കൊണ്ട് നമുക്ക് ദൂരെയുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല കേട്ടാ. ഹിന്ദു ദൈവമായ കൃഷ്ണന്റെ നിരവധി പേരുകളിൽ ഒന്നായ ഗോപാലസ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ ക്ഷേത്രം. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലെ കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.